പത്തനംതിട്ട ചിറ്റാറിൽ വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് കേടുപാടുണ്ടായിട്ടുണ്ട്. ചിറ്റാർ, പാമ്പിനി, സീതത്തോട്, ഗുരുനാഥൻ മണ്ണ് എന്നീ പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായി ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീജിത്തുണ്ട് നമ്മളോടൊപ്പം. ശ്രീജിത്ത്, എവിടെയൊക്കെയാണ് കനത്ത മഴ നാശം വിതച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ? ജില്ലയിൽ ഉച്ച മുതൽ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അത് തിരുവല്ലയായിക്കോട്ടെ, നഗരപ്രദേശമായ തിരുവല്ലയായിക്കോട്ടെ, അത് ചിറ്റാർ പോലുള്ള മലയോര മേഖലകളായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഇപ്പോഴും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴ പെയ്തപ്പോൾ ഒരു 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചിറ്റാറിൽ ഇത്തരത്തിൽ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഈ പ്രദേശത്ത് വീട്ടുകാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും കാര്യമായ രീതിയിലുള്ള പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഇത് കൂടാതെ ഈ വീടിന് പറമ്പിൽ പാർക്ക് ചെയ്ത ഒരു ബൊലേറോ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലൂടെ രാത്രികാല സഞ്ചാരമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നിരോധനമൊന്നുമില്ലെങ്കിലും കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണം വേണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുമ്പോൾ തന്നെ കല്ലടയാറ്റിലും അതുപോലെ തന്നെ അച്ചൻകോവിലാറ്റിലും ഒക്കെ പമ്പയിലുമൊക്കെ ജലനിരപ്പ് ഉയരുന്നൊരു കാഴ്ചയാണ്. അലേർട്ടുകളൊന്നും തന്നെ കാര്യമായ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. യെല്ലോ അലേർട്ട് മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ശക്തമായ മഴ എല്ലാ മേഖലയിലും പെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അല്പസമയത്തിനകം തന്നെ ശബരിമല നട തുറക്കുകയാണ്. തീർത്ഥാടകർ ജാഗ്രതയോടുകൂടി മല ചവിട്ടണമെന്നും ആ പ്രദേശത്തേക്ക് യാത്ര ചെയ്യണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. എന്തായാലും ജില്ലയിൽ കാര്യമായ മഴ മുന്നറിയിപ്പുകൾ യെല്ലോ അലേർട്ട് മാത്രമാണ്. പക്ഷേ ജാഗ്രത വേണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഗോപി. ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.